പൊങ്കലോ പൊങ്കൽ. തമിഴ്നാടിൻ്റെ സ്പെഷ്യൽ വിഭവമായിട്ടുള്ള പൊങ്കലിനെ കുറിച്ച് കുറേ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, ടേസ്റ്റിയാണെന്നൊക്കെ. ഇന്ന് ഞാൻ കുറച്ച് ഹെൽത്തി ആകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിൽ കുറച്ച് മില്ലറ്റ്സ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഫോക്സ് ടെയിൽ മില്ലറ്റ് അല്ലെങ്കിൽ തിന എന്നൊക്കെ ഇതിനെ പറഞ്ഞു. അത് ഉച്ചയായപ്പോഴാണ് ഞാൻ എന്നാൽ പിന്നെ അത് പൊങ്കലാക്കാൻ വേണ്ടിയിട്ടുള്ള റെസിപ്പീസ് നോക്കാമെന്ന് കരുതിയിട്ട് കണ്ടുപിടിച്ചത്. അതിൽ പറയുന്നു ചെറുപയർ പരിപ്പ് കൂടി അതിൻ്റെ കൂടെ ഇട്ട് കുതിർത്തിയെടുക്കണം. അങ്ങനെ വീണ്ടും എൻ്റെ സമയം കളഞ്ഞ് ഞാൻ വീണ്ടും ഒരു മണിക്കൂറിട്ട് വെയിറ്റ് ചെയ്ത് ചെറുപയർ പരിപ്പ് ഇട്ട് കുതിർത്തിയെടുത്ത് നന്നായി കഴുകിയെടുത്തു. പിന്നെ ഒന്നും നോക്കിയില്ല. എളുപ്പത്തിൽ കുക്കറൊന്നും യൂസ് ചെയ്യാൻ എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ ഐഡിയയിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഒരു കലത്തിലങ്ങോട്ട് വെച്ചു. കലന്ന് ഇതിനെ പറയാൻ പോലും പറ്റില്ല, സത്യത്തിൽ ചരിവം എന്ന് വേണമെങ്കിൽ പറയാം. എന്താണെങ്കിലും വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ലേശം മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനിത് പതിയെ അങ്ങോട്ട് മൂടി വെച്ചു. സംഭവം വേഗന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പച്ചമുളകും ഇഞ്ചിയും കൂടി നന്നായി കഴുകി എടുത്തിട്ട് നല്ല കുനാന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഈ സമയത്ത് നമ്മുടെ പൊങ്കൽ പയ്യ വെന്ത് നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നിലക്കടല എടുത്തിട്ട് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് തേങ്ങ, പിന്നെ ആ കടല, പിന്നെ കുറച്ച് പച്ചമുളക്, ഉപ്പ്, പിന്നെ ലേശം ഇഞ്ചിയൊക്കെ കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു താളിപ്പാണ്. ആ താളിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് എടുത്ത് ഉരുക്കിയെടുത്തു. അതിലേക്ക് ജീരകം, പിന്നെ ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞത്, അതുപോലെ കുരുമുളക് ലേശം ഒന്ന് ക്രഷ് ചെയ്തത്, പിന്നെ അതുപോലെ തന്നെ പിച്ചിയിട്ട കരിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ താളിപ്പ് ഇവിടെ റെഡിയായി. സത്യത്തിൽ വേണമെങ്കിൽ കാഷ്യൂസൊക്കെ ആഡ് ചെയ്യാം, പക്ഷെ എൻ്റെ അടുത്ത് കാഷ്യൂസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തില്ല. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പൊങ്കൽ ഇവിടെ റെഡിയാണ് ഗൈസ്. ഇറ്റ്സ് റെഡി. സോ ഇതാണ് നമ്മുടെ കന്നിപ്പൊങ്കൽ. യെസ്, അങ്ങനെ വേണം പറയാം. ഇതിൻ്റെ ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ സംഭവം ഫസ്റ്റ് ട്രൈക്ക് നല്ല ടേസ്റ്റ്. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ.